ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നീളത്തിലുള്ള ബണ്ണാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളെടുക്കുന്ന പാനിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് ബണ്ണിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ 2 പീസ് ബണ്ണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തീരെ ചെറുതായിട്ടല്ല, കുറച്ചൊരു വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തതും, ഒരു 2 ടേബിൾ സ്പൂണ് തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് ആ പുറം ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ പീസ് ഇതുപോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഈ ഗ്യാപ്പിലേക്കൊന്ന് ആക്കി കൊടുക്കാം. മുഴുവനായിട്ടൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി മോസറല്ല ചീസാണ് ഇടേണ്ടത്. മോസറല്ല ചീസ് നമ്മുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൂടെ അത്യാവശ്യത്തിന് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബണ്ണിൻ്റെ മുകളിലേക്കൊക്കെ ആവുന്ന രീതിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള കുരുമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് റെഡ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം കറുത്ത എള്ളു ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ച് വെക്കണം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മുട്ടയൊക്കെ കുക്കായിട്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല. പിന്നെ വഴറ്റലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.